Hey guys, welcome back to NK. So guys, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടാൽ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാകും, വളരെ കൂളായിട്ടുള്ളൊരു ടെക്സ്റ്റ് എഫക്റ്റ് ആണത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്താൽ വളരെ കിഡിലായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഞാനിപ്പോൾ അലൈറ്റ്മോഷൻ ഓപ്പൺ ചെയ്ത ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വേറെ ക്ലിപ്സോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളിപ്പം ഡയലോഗ് ക്ലിപ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു രീതിക്കുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെയുള്ള ക്ലിപ്പ് എടുക്കുക. ഓക്കെ, ദെൻ ആ ഒരു ഡയലോഗ് തുടങ്ങുന്ന പ്ലേസിൽ വന്നിട്ട് ഇതേപോലെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഞാനിപ്പോൾ 0 തന്നെ തുടങ്ങുന്നുണ്ട് ഈ ഒരു രീതിക്കുള്ള മാർക്കിങ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു മാർക്കിങ്സ് ജസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി എടുത്തതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ രീതിക്കുള്ള ബീറ്റ് മാർക്കും കാര്യങ്ങളൊക്കെ എടുക്കുക. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്. സോ ഞാൻ ഇന്നലെ എടുത്ത ടെക്സ്റ്റ് തന്നെയാണ് എടുക്കുന്നത്, നെയ്മർ ജൂനിയർ എവരിബഡി എന്നുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് നെയ്മറിന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു ഡയലോഗാണോ എടുക്കുന്നത് ആ ഒരു ഡയലോഗ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ മൂവീസിൻ്റെ ഡയലോഗ് ആണെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക, അല്ല വേറെ എന്തെങ്കിലും ഡയലോഗ്സോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. സോ ഞാൻ ഇന്ന് എടുക്കുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള ഫോണ്ട് തന്നെയാണ്. ലെമൺ മിൽക്ക് ഉണ്ട്, അതുപോലെ ഇതും ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബോൾഡ് ഫോണ്ട് എടുക്കാമെന്നേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് എടുക്കുക. ഓക്കെ, ദെൻ ഞാനിത് വന്നതാണ് ഈ ഒരു എൻഡ് വരെ ഇതേപോലെ സെറ്റ് ചെയ്യാണ്. ഞാൻ ഇതേപോലെ കറക്റ്റായിട്ട് സെൻട്രലായിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാണ്ട്. സോ നമ്മൾ ആ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരാം. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്ന ശേഷം നമ്മൾ ഫസ്റ്റായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ നമ്മൾ കുറച്ച് മാറിയിട്ട് ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് 0 ആയി കൊടുക്കുക. അതായത് ഒരു ഫെയ്ഡ് ഇന്നായിട്ട് വരുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഇതാ ഈ ഒരു രീതിക്കായിരിക്കും ഒരു ഫെയ്ഡ്, നമ്മുടെ ആ ടെക്സ്റ്റ് ഒരു ഫെയ്ഡിനായി വരുന്ന രീതിക്ക്. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് ചെറിയൊരു സ്പേസിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ടെക്സ്റ്റിൽ ആഡ് എഫക്റ്റ് എടുക്കുക. അതേപോലെ ടെക്സ്റ്റിൽ വന്നിട്ട് ടെക്സ്റ്റ് സ്പേസിംഗ് എന്നുള്ള എഫക്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മളിവിടെ ലെറ്റർ സ്പേസിംഗ് ആണ് കൊടുക്കുന്നത്. ലെറ്റർ സ്പേസിങ്ങിൽ വന്ന് നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 14 അല്ലെങ്കിൽ 15 ആ റേഞ്ചിൽ സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ എൻഡിലായിട്ടും സെറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത് ഈ ഒരു രീതിക്കായിരിക്കും നമ്മുടെ ആ ഒരു സ്പേസിങ് വരിക. അത് ചെയ്ത ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എഗെയിൻ നമുക്ക് ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. ആഡ് എഫക്ട്സിൽ വരിക, കളർ ആൻഡ് ലൈറ്റിൽ വന്ന ശേഷം ഗ്രേഡിയൻ്റ് ഓവർലേ എന്ന് പറഞ്ഞ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഇവിടെ കളർ 1 വന്ന് ബ്ലാക്ക് ആയി കൊടുക്കുക, അതേപോലെ കളർ 2 വന്ന് വൈറ്റ് ആയി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേറെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് കൊടുക്കുക. ദെൻ ഓഫ് സെറ്റിലേക്ക് വരിക. ഓഫ് സെറ്റിലേക്ക് വന്ന ശേഷം നമ്മളൊരു എക്സിൻ്റെ വാല്യൂ വന്നൊരു 28 സെറ്റ് ചെയ്യുക. അതുപോലെ വൈയുടെ വാല്യൂ വന്ന് നമ്മളൊരു 18 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ ഒരിക്കൽ ചെയ്തുകൊണ്ടാണ് ഇത്ര ആക്യുറേറ്റ് ആയിട്ട് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ സ്കെയിലിൻ്റെ വാല്യൂ വന്നൊരു 0.56 ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കളറും വന്ന് നിങ്ങൾക്ക് ഇപ്പം മുകളിൽ വൈറ്റും താഴെ ബ്ലാക്കും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ദെൻ നമ്മൾ ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്രേഡിംഗ് ഉള്ള ടെക്സ്റ്റും കൂടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ രീതിക്കുള്ള സ്ട്രോക്ക് കൊടുക്കുക. ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ നമ്മൾ ബോർഡർ ആൻഡ് ഷാഡോയിൽ വരാം. ഇവിടെ നമ്മൾ സ്ട്രോക്ക് എനേബിൾ ചെയ്യുക. സ്ട്രോക്കിൻ്റെ വാല്യൂ ഒന്നൊരു 1.5 അല്ലെങ്കിൽ 2.5 സെറ്റ് ചെയ്യുക. സോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളെടുക്കുന്ന ടെക്സ്റ്റിൻ്റെ കളർ അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അടുത്തൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അത് വന്നാൽ നിങ്ങൾ എവിടെ നിന്നാണോ അടുത്തൊരു ടെക്സ്റ്റ് തുടങ്ങുന്നത് ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ അവിടുത്തോട്ട് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ എവരിബഡി എന്നുള്ളത് ആഡ് ചെയ്യാണ്. സോ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുക. സോ ഞാനിപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഇതേപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളതും സെൻട്രൽ ലൈൻ ചെയ്യാണ്. സെയിം ഫോണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് അത് വലുതാക്കണം തന്നെ വലുതാക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നമ്മൾ ഇതേപോലെ കുറച്ച് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. ദെൻ ഇതും വന്ന് ഇതേപോലെ എൻഡിലായിട്ട് വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് വന്നിട്ട് നമ്മൾ ഗ്രേഡിംഗ് ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. സോ ഇതേപോലെ മുകളിലും താഴെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ദെൻ താഴെയുള്ള കളർ നമ്മൾ ബ്ലാക്ക് തന്നെയാണ്, മുകളിലുള്ള കളർ നമ്മൾ റെഡാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ടെക്സ്റ്റും കാര്യങ്ങളും തിരിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിക്കുള്ള ഗ്രേഡിങ് കൊടുക്കും. നമ്മളിത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇനി ഇതിലേക്കും ടെക്സ്റ്റ് സ്പേസിങ്ങും കാര്യങ്ങളും എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റ് സ്പേസിങ് ആഡ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ആഡ് എഫക്ട്സിൽ വരിക, നമ്മൾ ടെക്സ്റ്റിൽ വരിക, ടെക്സ്റ്റ് സ്പേസിങ് എടുക്കുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഇവിടെയും വന്ന് നമ്മൾ ഫസ്റ്റിലും എൻഡിലായിട്ടാണ് കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊന്നും ചെയ്യേണ്ട, അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് ഒരു 15 സെറ്റ് ചെയ്യുക. ദെൻ ഇതേപോലെ എൻഡിലായിട്ടും സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് വലിയ ഡയലോഗ്സ് ഒക്കെ ആണെങ്കിൽ സ്പേസിങ് കൊടുക്കുമ്പോൾ 2 ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ ഇതേപോലെ വന്നിട്ട് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. അതൊക്കെ ബേസിക് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ നോക്കിയും കണ്ടും കറക്റ്റായി ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്യണം. അതിന് മുമ്പ് നമ്മുടെ ആ ഒരു എവറിബഡി എന്നുള്ള ലെയർ ആ ഒരു നെയ്മർ എന്നുള്ള ലെയറിനെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ വരിക. നമ്മൾ മാറ്റേമ സ്കീൽ വൈപ്പ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. സോ നമ്മൾ വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്ത ശേഷം നമ്മൾ എൻഡിലേക്ക് വരാം. എൻഡിൽ വന്ന ശേഷം നമ്മൾ ഇവിടെ ആയിട്ടൊരു കീ ഫ്രെയിം, അതുപോലെ എൻഡിലിൻ്റെ കുറച്ച് മുമ്പായിട്ട്, അതായത് സ്റ്റാർട്ടിങ്ങിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഒരു കീ ഫ്രെയിം, അതുപോലെ എൻഡിലിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഒരു കീ ഫ്രെയിം, ഇതേപോലെ രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് എൻഡിലത്തെ വാല്യൂ വന്ന് ഫസ്റ്റത്തെ വാല്യൂ ഒന്ന് -1 ആക്കി കൊടുക്കുക. അതുപോലെ എൻഡിലത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ് ആവുന്ന എവിടെയാണോ ആ ഒരു രീതിക്ക്, ഇപ്പോൾ 100 ആണെങ്കിൽ 100 ആ ഒരു റേഞ്ചിൽ കറക്റ്റ്. ഇപ്പോൾ ചെറിയ ഡയലോഗ്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 100 ഒന്നും വേണ്ടിയുള്ള, അതിന് മുമ്പ് തന്നെ കറക്റ്റ് ഫില്ലായി കിട്ടും. സോ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു വൈപ്പ് എഫക്റ്റ് നിങ്ങൾ കറക്റ്റ് ആഡ് ചെയ്യുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്ത് ഇതിൻ്റെ സെൻട്രലായിട്ട് വന്നിട്ട് നമ്മുടെ ഫോർത്ത് കർവ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ അതൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോമിന് വേണ്ടിയിട്ടാണ് ആ ഒരു കർവ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതേപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫെദർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ആക്കി കൊടുക്കുക. ഒരു 1.5 അല്ലെങ്കിൽ 1.3 ആ ഒരു റേഞ്ചിൽ കറക്റ്റായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു രീതിക്കുള്ള ടെക്സ്റ്റ് സ്പേസിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു വൈറ്റ് ലൈൻ ആഡ് ചെയ്യണം. അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. കളർ വന്ന് നമ്മൾ വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ ഇതേപോലെ എൻഡിലായിട്ട് വന്നിട്ട് കട്ട് ചെയ്യുക. ദെൻ എഡിറ്റ് ഷേപ്പിൽ വരാം. നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. സോ ഞാനിപ്പോൾ വൈയുടെ വാല്യൂ വന്നൊരു 13 എക്സിൻ്റെ വാല്യൂ വന്ന് നമ്മളൊരു 13 സെറ്റ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് അതിലും കുറക്കണം, അതിലും തിന്നായിട്ടുള്ള ലെയർ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 13 ആണ് എടുക്കുന്നത്. അതുപോലെ വൈയുടെ വാല്യൂ വന്ന് നിങ്ങളുടെ ടെക്സ്റ്റിന് നിങ്ങൾ എത്രയാണോ സൂം കൊടുക്കുന്നത് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യും. ഇപ്പോൾ ചെറിയ സൈസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കൊക്കെ കൊടുത്താൽ മതിയാവും, കവറായി കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്കാണ് ഇനി കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളത്. സോ അത് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ എഡിറ്റ് ഷേപ്പിൽ വന്ന ശേഷം ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതുപോലെ കുറച്ച് മാറിയിട്ട് ഇതേപോലെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സോ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂവിൽ വൈയുടെ വാല്യൂ നമ്മൾ 0 സെറ്റ് ചെയ്യുക. അതായത് ഇതേപോലെ പോപ്പായി വരുന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെ ആയിട്ട് നമ്മൾ ഈ ഒരു തേർഡ് കർവിൽ ഈ ഒരു ഭാഗം മുകളിലേക്കുള്ള ആ ഒരു കർവ് ഓപ്ഷനും സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എൻഡിലേക്ക് വന്ന ശേഷം എൻഡിൽ നിന്ന് കുറച്ച് മുമ്പിലായിട്ട് വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതുപോലെ എൻഡിലായിട്ട് മറ്റൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സോ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0, അതായത് ആ ഒരു ഔട്ടായി പോകുന്ന രീതിക്ക്. ഓക്കെ, എൻഡിലെത്തിയിട്ട് ഇതേപോലെ പോകുന്ന രീതിക്ക് സെറ്റ് ചെയ്യുക. അവിടെ വന്ന് നമ്മൾ ഫോർത്ത് കർവാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായി സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഗെയിൻ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് ഇതേപോലെ കീ ഫ്രെയിംസും കാര്യങ്ങൾ ആഡ് ചെയ്യണം. അതായത് നമുക്ക് ആ ഒരു സ്ലൈഡ് എഫക്റ്റ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയാണ് കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും എൻഡിലായിട്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എവറിബഡി തുടങ്ങുന്ന ഒരു സ്ഥലത്ത്, അത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, കണ്ടില്ലേ, ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. സോ ആ ഒരു ഭാഗത്തേക്കായിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇവിടെ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എൻഡിലായിട്ടുള്ളതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ ഒരു എൻഡ് ചെയ്യുന്ന സ്ഥലത്തായിട്ടും സെറ്റ് ചെയ്യുക. എൻഡ് ചെയ്യുന്നിടത്ത് പറഞ്ഞാൽ ഈ ഒരു രീതിക്ക് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോർത്ത് കർവ് കറക്റ്റായിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു വൈപ്പ് എഫക്റ്റിൻ്റെ അപ്പുറം കിട്ടുള്ളൂ. ദെൻ നമ്മൾ ബാക്ക് വരാതെ നമ്മൾ ആ റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ആഡ് എഫക്ട്സിൽ നമ്മൾ ബ്ലറിൽ വന്നിട്ട് മോഷൻ ബ്ലർ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ആയിരിക്കും അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുക. നമ്മൾ ഇതേപോലെ മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. അതിൻ്റെ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ ഒരു 1.30 സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ പറഞ്ഞാൽ കണ്ടില്ലേ, ഇതാ ഈ ഒരു രീതിക്കായിരിക്കും കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ, കണ്ടില്ലേ. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കറക്റ്റ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു എല്ലാ ലേയേഴ്സും ഗ്രൂപ്പ് ചെയ്യണം. സോ താഴെയുള്ള ആ റെക്റ്റാങ്കിൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ അത് നമ്മൾ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ട. ബാക്കിയുള്ളതൊക്കെ കൂടി ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തെടുക്കുക. ഗ്രൂപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ഷെയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സ്ട്രെച്ച് ആക്സിസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വന്ന് നമ്മൾ ഒരു 1.14 ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നമ്മളതിൻ്റെ വാല്യൂ വന്ന് ഒരു സ്കെയിൽ വന്ന് 1.14 ചെറിയ രീതിക്ക് ഇൻക്രീസ് ചെയ്യുക. ദെൻ നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സ് വരാം. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്ന ശേഷം നമുക്കിവിടെ ഓട്ടോ ഷേക്ക് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഇവിടെ മാഗ്നറ്റ്യൂഡ് വന്ന് 50 ആയിരിക്കും ഉണ്ടാവും. അത് ഒരുപാട് അധികമാണ്, നമുക്ക് അത്ര വേണ്ട. നമ്മളൊരു 11-10 ആ ഒരു റേഞ്ചിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് വരുമ്പം സ്ലാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഒന്ന് എന്ത് ചെയ്യുക, 100% സെറ്റ് ചെയ്യുക. സോ നമ്മൾ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിക്ക് ചെറിയൊരു ഷെയ്ക്കും അതേപോലെ ഒരു ആനിമേഷനും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുള്ള പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.